ഒരു കാലത്ത് ചിറയൻകീഴായിരുന്ന മണ്ഡലമാണ് പിന്നീട് ആറ്റിങ്ങലായി മാറിയത്. ആ സമയത്ത് ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിന്ന മനസ്സായിരുന്നു എല്ലാ സമയത്തും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. അതെ, അത് ഈ കഴിഞ്ഞ തവണയാണ് ആ കോട്ട തകർന്നതും അടൂർ പ്രകാശ് ആ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതെ, നമ്മൾ ഈ ഇലക്ഷൻ പൂരത്തിന്റെ ഈ ഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയതോടുകൂടിയായിരുന്നു അങ്ങനെ കേരളം ഒന്നടങ്കം വലത്തേക്ക് ചാഞ്ഞത് എന്നും അതിന്റെ ഭാഗമായി കൂടിയാണ് ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിന് നഷ്ടമായത് എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് ചിറയൻകീഴ് ആറ്റിങ്ങലായി മാറുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കാട്ടാക്കട, ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് ആധിപത്യമാണ് ഉള്ളത്. അതോടൊപ്പം നമുക്ക് 2019 തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ 2014 അവിടെ നിന്നുള്ള ജനപ്രതിനിധി എന്നത് ഡോക്ടർ എ സമ്പത്തായിരുന്നു. അദ്ദേഹം 46% വോട്ട് നേടിക്കൊണ്ടായിരുന്നു വിജയിച്ചതെങ്കിൽ 2019 അടൂർ പ്രകാശ് ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അവിടെ 38,247 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു തെരഞ്ഞെടുപ്പിൽ നേടിയത്. അപ്പോൾ ആ സമയത്ത് തിരശീല വീണത് 28 വർഷം നീണ്ട LDF ആധിപത്യത്തിന് കൂടിയാണ് ആ സമയത്ത്.